കഴിഞ്ഞ ദിവസം ഈ കേരളത്തിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ മുത്തച്ഛനെ കൊലപ്പെടുത്തി കൂട്ടുകാരോട് ഒരുമിച്ച്. Hallelujah. The other day, we heard of an instance in Kerala. One girl was 16 years old, grandfather. സംഭവിച്ചത് തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷേ അവളുടെ ജീവിതത്തെ അങ്ങനെ ഒരുക്കിയ ചില പരിസരങ്ങൾ ഉണ്ടായിരുന്നു. What she did is very wrong, and what she did was not right. But the circumstances around her life, led her to what she did. അവളുടെ കുഞ്ഞുനാളിൽ അപ്പൻ ഭവനത്തിൽ നിന്ന് പോയി, അമ്മ പിന്നെ ജോലിക്കായിട്ട് പോയി. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ അവളുടെ ജീവിതത്തെ വളരെയധികം ക്ഷതമേൽപ്പിച്ചു. While she was very little, the father left the house, the mother left the house to go to work. She was left all alone, and that is the circumstance she grew up in. അതാ കുഞ്ഞ് പെൺകുട്ടിയുടെ ടീനേജറിന്റെ ജീവിതത്തിനെ വലിയ മുറിവാക്കി തീർത്തു. അതൊരു ടോക്സിക് എൻവയോൺമെന്റ് ആക്കി തീർത്തു. This little girl, when she was growing up, that was a very toxic environment. അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, വാഷിംഗ്ടൺ DC-യിൽ ഒരു കൗമാരക്കാരനായിരിക്കും അമ്മയും മകനെ തന്റെ സഹോദരനെയും കൊലപ്പെടുത്തിയത് ചാറ്റ് GPT വഴി. The other day we heard about what happened in Washington DC. One person, he killed his mother and his brother through the chat GPT. അപ്പം ജീവിതത്തിന്റെ പരിസരങ്ങൾ, നമ്മൾ ഇടപെടുന്ന മേഖലകൾ നമ്മളെ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്ന സംഭവങ്ങളാണ്. Our circumstances, our environment, they can grow us up, they can bring us down. അതുകൊണ്ടാണ് കുടുംബം, സഭ, സമൂഹം ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട എലമെന്റ്സുകളാണ്. That's why family, the church, the environment are great elements in us growing up. അവിടെ ഉയർന്നു വരുന്ന ഗുണപരമായിരിക്കുന്ന വശങ്ങളും ദോഷപരമായിരിക്കുന്ന വശങ്ങളും നമ്മുടെ കുഞ്ഞുനാൾ മുതൽ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നതാണ്. The positive environments, the negative environments, they really play a big role, impact our mind as we grow up.